അപ്പോൾ നമുക്ക് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ എല്ലാം ചെറുതാക്കി അരിഞ്ഞിട്ട് ബൗളിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ബൗൾ വീതമാണ് ഞാൻ ഇടുന്നത്. ഇത് ബീൻസാണ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ, ക്യാബേജ്, പിന്നെ ഇത് നമ്മുടെ വറ്റൽമുളകും വെളുത്തുള്ളിയും സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടൊരു സോസ് പോലെ എടുത്താണ് കേട്ടോ. ഇത് നമ്മൾ വേവിച്ച് വെച്ച് നൂഡിൽസും ഉപ്പിട്ട് വേവിച്ചത് കേട്ടോ. നമ്മൾ നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ പാൻ എടുക്കുക. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായി ചൂടായതിനു ശേഷം നമ്മളതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇടാനാട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ വെളുത്തുള്ളി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിലേക്ക് നമ്മളിനി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ ഇടാൻ പോകുന്നത്. ഉപ്പിട്ട് വേവിച്ച ചിക്കനാണ് കേട്ടോ. ചെറിയ ചെറിയ പീസാക്കി നമ്മൾ മുറിച്ച് വെച്ചേക്കുന്നതാണ്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് ഇടാൻ പോകുന്നത് സോസാണ് കേട്ടോ. നേരത്തെ ഉണ്ടാക്കി വെച്ച വറ്റൽമുളകും സോയാ സോസും ടൊമാറ്റോ സോസും വെളുത്തുള്ളി യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ സോസാണ്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഓരോ വെജിറ്റബിൾസായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇത് ക്യാബേജാണ്. ക്യാബേജ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതേപോലെ ക്യാപ്സിക്കം, അതേപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ ബീൻസാണ് നമ്മൾ യൂസ് ചെയ്തത്. ബീൻസ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് ആ സോസ് നന്നായിട്ട് മിക്സാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വെക്കണം കേട്ടോ. നിങ്ങളെ പാകത്തിനാണ് ഉപ്പ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി അടുത്തതായിട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത് നൂഡിൽസാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പിട്ട് വേവിച്ച് വെച്ച നൂഡിൽസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. നല്ല രീതിയിലേക്ക് മിക്സ് ചെയ്യണം. മിക്സിങ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. നൂഡിൽസിൽ ഒക്കെ ആ സോസും ആ വെജിറ്റബിൾസിൻ്റെ ആ ഫ്ലേവറും എല്ലാം കറക്റ്റ് ആ നൂഡിൽസിൽ ഫുൾ പിടിക്കണം. അപ്പോഴാണ് ആ ടേസ്റ്റ് വരിക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ നൂഡിൽസ്. ഇത് എൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നൂഡിൽസ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് എന്താ അഭിപ്രായം ചോദിക്കാം. സ്മിത കഴിക്കൂ. അടിപൊളിയല്ലോ. How is it? സൂപ്പർ, നന്നായിട്ടുണ്ട്. പിടിച്ചോ. അപ്പം നൂഡിൽസ് എന്തായാലും അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. എന്തായാലും എന്നെ കളിയാക്കുന്ന രീതിയിലാണ് അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ.